ഇപ്പോൾ വൈറ്റിലയിൽ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെയും കൊണ്ട് പോലീസ് വരികയാണ്. പ്രതി നേരത്തെ കുറ്റസമ്മതം നടത്തിയിരുന്നു. യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടു എന്നാണ് കുറ്റസമ്മതം നടത്തിയത്. ഇതിനിടെ യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ രക്തം വാർന്നതും മരണത്തിന് കാരണമായി പറയുന്നു. നിലവിൽ ഈ കസ്റ്റഡിയിലുള്ള പ്രതി ഷാജിയെ ഇപ്പോൾ വൈറ്റിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മരട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മരട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് അറസ്റ്റ് അടക്കമുള്ള മറ്റ് നടപടികളിലേക്ക് വൈകാതെ തന്നെ പോലീസ് കടക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ അതിനുശേഷമാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഏത് രീതിയിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്, എന്താണ് കൊലപാതകത്തേക്ക് നയിച്ചത് തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചൊരു വ്യക്തത വരുത്തുക, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം ചെയ്യലും മറ്റ് തുടർ നടപടികളുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ പുറത്തു വന്ന സാഹചര്യത്തിൽ പോലീസിന്റെ ആദ്യത്തെ ഒരു നിഗമനം അതിലേക്ക് തന്നെയാണ് അത് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്നത് മരട് പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. ഇവിടെയാണ് സമയത്തിന് മുൻപ് പ്രതിയെ പിടികൂടി ഇവിടെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊന്നുരുന്നി സ്വദേശി ഷാജിയാണ് പിടിയിലായിരിക്കുന്നത്. ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മൃതദേഹം കണ്ടെത്തിയ രീതി, അതിലെ ശരീരത്തിലുണ്ടായിരുന്ന മുറിവുകൾ, ഇതെല്ലാം തന്നെ പോലീസിന് ഒറ്റ നോട്ടത്തിൽ ഇതൊരു കൊലപാതകമാണ് എന്ന നിഗമനത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇത് പുലർച്ചെ ഒരു 3:30 മണിയോടുകൂടിയാണ് അമൃത എക്സ്പ്രസിലെ ലോക്കോ പൈലറ്റാണ് ആദ്യം ഈ മൃതദേഹം കാണുന്നത്. പിന്നീട് ഉടനെ തന്നെ റെയിൽവേ പോലീസിന് വിവരം അറിയിച്ചു. റെയിൽവേ പോലീസ് മരട് പോലീസിനെ ഈ വിവരം പാസ് ചെയ്യുകയായിരുന്നു. പോലീസ് അവിടെ എത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതിയിലേക്ക് പോലീസ് എത്തുന്നത്. CCTV ദൃശ്യത്തിൽ നിന്നാണ് ഈ പ്രതി പൊന്നുരുതി സ്വദേശി ഷാജി എന്ന് പറയുന്ന ആളാണെന്ന് പോലീസ് തിരിച്ചറിയുന്നത്. ഈ ഷാജി പൊന്നുരുതി സ്വദേശിയാണ്. ഇതിന്റെ സമീപത്ത് തന്നെ താമസിക്കുന്ന ആളാണ്. ഈ ഷാജി ഈ സുധയുമായി സൗഹൃദത്തിലായിരുന്നു. ഇദ്ദേഹത്തിന്റെ കുടുംബ സുഹൃത്താണ് സുധ. വളരെ നാളുകളായി സൗഹൃദത്തിലായിരുന്നു. ഷാജി ഒരു രാത്രി 11 മണിയോടുകൂടി കാറിൽ സുധയുമായി ഈ റെയിൽവേ മേൽപ്പാലത്തിന് സമീപം എത്തുന്നതായിട്ട് CCTV ദൃശ്യങ്ങളിലുള്ളത്. തിരിച്ച് ഷാജി പോകുമ്പോൾ ഒറ്റയ്ക്കാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ ഷാജിയുടെ ഷർട്ടിൽ രക്തക്കറകളൊക്കെ ഉണ്ട്. ആ രീതിയിൽ തന്നെ വ്യക്തമായി തന്നെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഈ CCTVയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നു. ഒടുവിൽ കാക്കനാട് വെച്ച് ഷാജിയെ പിടികൂടുന്നു. ഇതിനിടയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ആ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാണ് കൊലപാതകമാണെന്നുള്ള കാര്യം. ബേബിയുമായുള്ള ബന്ധം പുറത്തറിയാതിരിക്കാനായിരുന്നു കൊലപാതകം നടത്തിയത്. സുധ ആത്മഹത്യ ചെയ്തെന്ന് വരുത്തി തീർക്കാനാണ് റെയിൽവേ പാളത്തിൽ മൃതദേഹം ഉപേക്ഷിച്ചത്.